ഫാസ്ടാഗിനെ കുറിച്ചിട്ടുള്ള പുതിയ നിയമത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പേരെ അറിഞ്ഞിരിക്കും. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറച്ച് ഇൻ്റർനെറ്റ് വഴി സെർച്ച് ചെയ്തിട്ടും അതുപോലെ തന്നെ കുറച്ച് അറിയുന്ന കുറച്ച് ആളുകളുടെ ബ്ലോഗും വീഡിയോസും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടോർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ടോള് കടക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പൈസ ട്രാൻസാക്ഷൻ ചെയ്താൽ പൈസ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇപ്പോൾ അടച്ചിരുന്നത് നമ്മൾ അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ഒരാളുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. അതല്ലാതെ ഒരു റീഡർ വഴി നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഫാസ്ടാഗിൻ്റെ ഒരു സ്റ്റിക്കർ വഴി നമ്മുടെ അവിടെയുള്ള ഒരു സെൻസർ സെൻസ് ചെയ്തിട്ട് അതുവഴി നമ്മൾ കാശ് അടയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലി കാശ് അടയ്ക്കുന്ന ഒരു രീതിയാണ് ഫാസ്ടാഗ് എന്ന് പറയുന്നത്. 2017 കൂടിയാണ് ഫാസ്ടാഗ് എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം വന്നത്. എന്നിരുന്നാലും കൂടുതലും പേര് ഫാസ്ടാഗ് യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫാസ്ടാഗ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ മെയിനായിട്ട് ഫാസ്ടാഗ് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കും, നമ്മൾ ഫാസ്ടാഗ് അല്ലെങ്കിൽ നമ്മൾ ടോൾ അടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈം കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഫാസ്ടാഗ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരാനുള്ള മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഫാസ്ടാഗ് എന്ന് പറയുന്നത് യൂസ്ഫുൾ തന്നെയാണ്. നമുക്കതിൽ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെ ഫാസ്ടാഗ് എടുക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയാം. 4 വീൽ വെഹിക്കിൾസും പിന്നെ അതിൻ്റെ മുകളിലുള്ള വെഹിക്കിൾസിനാണ് ഫാസ്ടാഗ് എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഫാസ്ടാഗിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ് ഇത് റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള ഫാസ്ടാഗ് എന്ന് പറയുന്നത് അവിടെയുള്ള സെൻസർ റീഡ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫാസ്ടാഗ് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏകദേശം നമ്മുടെ ഫാസ്ടാഗ് എന്ന് പറയുന്നതിൽ നമ്മുടെ മൊബൈലിലുള്ള നമ്മളുടെ ഒരു പ്രീപെയ്ഡ് ഫോണിലുള്ള ഒരു അക്കൗണ്ട് പോലെ തന്നെയാണ് ഫാസ്ടാഗിലും ഉണ്ടായിരിക്കുക. അതിൽ മിനിമം നമുക്ക് 100 തൊട്ടിട്ട് 1 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിൽ നിക്ഷേപിക്കാം. ഈ ഫാസ്ടാഗ് എന്ന് പറഞ്ഞ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. അതുപോലെ തന്നെ മിനിമം 200 രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാസ്ടാഗ് ഇപ്പോൾ നമ്മളൊരു ടോളിന് മുന്നിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്ടാഗ് റീഡ് ചെയ്യുന്നത് 200 രൂപയുടെ മുകളിലുണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് 40 രൂപ അടയ്ക്കേണ്ടി വരിക, എന്നിരുന്നാലും 40-50 രൂപയായിരിക്കും നമുക്ക് അടയ്ക്കേണ്ടി വരിക. എന്നിരുന്നാലും 200 രൂപയുടെ മുകളിൽ നമ്മൾ ഫാസ്ടാഗിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമ്മൾ സെൻസറിന് മുന്നിലേക്ക് നമ്മുടെ ടോളിൽ സെൻസറിന് മുന്നിൽ ചെല്ലുമ്പോൾ ഫാസ്ടാഗ് റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എനിക്കും ഞങ്ങൾ 2-3 പ്രാവശ്യം ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഫാസ്ടാഗിൽ ഞങ്ങൾ പൈസ എന്ന് പറഞ്ഞാൽ അന്ന് 190 രൂപയാണ് ഫാസ്ടാഗിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 40 രൂപ എത്രയാണ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവർ റീഡ് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നം വന്നു. അപ്പോൾ പറഞ്ഞ കാര്യമാണ്, അപ്പം അറിയാൻ പറ്റിയൊരു കാര്യമാണ് 200 രൂപയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാസ്ടാഗ് റീഡ് ചെയ്യുള്ളൂ. അവിടെ ഒരു ചെറിയൊരു എമൗണ്ട് ആണ് അടയ്ക്കേണ്ടി ഇരുന്നാലും നമുക്ക് 200 രൂപ മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാസ്ടാഗ് വർക്ക് ചെയ്യുള്ളൂ. 1989 വന്നിരുന്ന ഒരു നിയമം മാറ്റിക്കൊണ്ടാണ് ഡിസംബർ 1 തൊട്ടിട്ട് നിർബന്ധമായും 4 വീലും അതിന് മുകളിലുള്ള വെഹിക്കിൾസിനും ഫാസ്ടാഗ് വേണം എന്നുള്ള നിയമം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ചേഞ്ചിന് അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിന് തന്നെയാണ് ഈ ഒരു ഗവൺമെന്റ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് ടോൾ എന്ന് പറയുമ്പോൾ, ടോളിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നമ്മൾ പൈസ പോരാട്ടത്തിൽ കൊടുത്ത് എടുക്കുന്ന ടൈമിനേക്കാളും കുറച്ച് സമയം മതി ഫാസ്ടാഗ് വഴി ഇത് റേഡിയോ ഫ്രീക്വൻസി വഴി റീഡ് ചെയ്തിട്ട് ആ എമൗണ്ട് കറക്റ്റായിട്ട് ഡെബിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള കറക്റ്റ് മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരും. നമ്മുടെ അവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ എത്ര എമൗണ്ട് ആണ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് അവിടെ വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി എന്നുള്ളത് അവിടെ കറക്റ്റ് നമ്മുടെ ഫോണിൽ മെസ്സേജ് വരും. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫാസ്ടാഗിൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കൊണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോൺ വഴി ചെക്ക് ചെയ്ത് നോക്കാം. അതല്ല നമ്മളിപ്പോൾ ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സെൻസർ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടോളിന് മുന്നിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാസ്ടാഗ് റീഡ് ചെയ്യുകയും അവിടെയുള്ള ഒരു സ്ക്രീനിൽ ആ ഒരു ഗ്രീൻ കളർ കത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് എത്രയെന്ന് കാണിക്കും. അങ്ങനെയാണ് നമുക്കറിയാം. അപ്പോൾ ടോളിന് മുന്നിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അറിയാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഫോൺ വെച്ചിട്ടും നമ്മുടെ ആപ്പുകൾ വെച്ചിട്ടും നമുക്ക് ഇതിൽ എത്രയാണ് ബാലൻസ് ഉള്ളത് എന്ന് കറക്റ്റായിട്ട് അറിയാൻ തന്നെ പറ്റും. ഞാൻ പറഞ്ഞു 2017 തൊട്ടിട്ട് നിർബന്ധമായിരുന്നു ഫാസ്ടാഗ് എന്ന് പറയുന്നത്. നമ്മുടെ രജിസ്ട്രേഷന് മുന്നിൽ തന്നെ കാണിക്കേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കൂടുതൽ പേര് ഇത് യൂസ് ചെയ്തിരുന്നില്ല. ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് ഇപ്പോഴും ഡീലർക്ക് തന്നെയാണ് ഈ ഒരു ഫാസ്ടാഗിന്റെ നിയമം അല്ലെ ഫാസ്ടാഗിന്റെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം. അപ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് ഇത് ഘടിപ്പിക്കുക എന്നുള്ളത്. ഓരോ കാറിനും യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും ഈ ഫാസ്ടാഗിന്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് തന്നെ വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക, ഏതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. രജിസ്ട്രേഷന് മുന്നേ നമ്മൾ RTOയിൽ പോയിട്ട് രജിസ്ട്രേഷന് മുന്നേ തന്നെ ഫാസ്ടാഗ് നമ്മുടെ കാറിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇനി തൊട്ടുള്ള നിയമം. ഇനി എവിടെയൊക്കെ പോയി നമുക്ക് ഫാസ്ടാഗ് എടുക്കാം, അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി നമുക്ക് ഫാസ്ടാഗിന്റെ പൈസ അടയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കുകൾ തന്നെയാണ്. ഏകദേശം 22 ബാങ്കുകളാണ് ഇന്ത്യയിലെ ഫാസ്ടാഗിന് വേണ്ടിയിട്ടുള്ളത്.
അതുപോലെ തന്നെ നമ്മുടെ ടോൾ പാസയുടെ അടുത്ത് തന്നെ നമുക്കറിയാം ചെറിയ ഒരു ഇപ്പോൾ ഞാനിവിടെ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഞാൻ പോയപ്പോൾ ചെറിയൊരു ടെൻ്റൊക്കെ ഇട്ടിട്ടൊരു ചെറിയൊരു ടെൻറ്റ് കെട്ടിയിട്ട് താൽക്കാലികമായിട്ട് ചെറിയ ടെൻറ്റ് കെട്ടിയിട്ടാണ് അവിടെ ഫാസ്ടാഗ് കൊടുക്കുന്നത്. കാരണം ഈ ഒരു നിയമം വരുന്നത് അനുസരിച്ച് തന്നെ ചെറിയൊരു ടെൻറ്റൊക്കെ കെട്ടിയാണ് ഫാസ്ടാഗ് കൊടുക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പാലിക്കൽ ടോളിൻ്റെ അവിടെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരിക്കും ഈ ഫാസ്ടാഗിന് വേണ്ടി മാത്രം. അവിടെ പോയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് Paytm യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഫാസ്ടാഗ് എടുക്കാവുന്നതാണ്. എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്തിട്ട് അതുപോലെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യണം. ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഞാൻ പറയുന്നത് ബാങ്കിലും Paytmലും എടുക്കേണ്ട കാര്യമാണ്. കാറിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുക്കുക, നമ്പർ പ്ലേറ്റോട് കൂടിയിട്ട് ഫോട്ടോ എടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ RC ബുക്കും പിന്നെ ഒരു നമ്മുടെ ഐഡൻറ്റി കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൂഫ് ഐ ഡി പ്രൂഫും കൂടി അതിനൊപ്പം അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. കാരണം ഇത് അപ്ലോഡ് ചെയ്ത് അവർ വെരിഫൈ ചെയ്ത് പോസ്റ്റൽ വഴിയാണ് നമുക്ക് ഈ കാര്യങ്ങൾ വരും. ഫാസ്ടാഗ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ നമുക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറിന് മുകളിൽ ഒട്ടിക്കണം. ഇനി എവിടെ ഒട്ടിക്കണം എന്നുള്ളത് വലിയൊരു ഡൗട്ടുള്ള കാര്യമാണ്. കാരണം കുറേ പേര് ഒട്ടിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. ഈ ഒരു പ്രശ്നവും എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഇതേമാതിരി നമ്മുടെ മാനുഫാക്ചേഴ്സ് തന്നിട്ടുള്ള ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനുഫാക്ചേഴ്സിന് സ്റ്റിക്കർ ഉണ്ടായിരിക്കും. ആ സ്റ്റിക്കറിൻ്റെ അടിയിൽ തന്നെയാണ് ഞങ്ങൾ ഫാസ്ടാഗ് ഒട്ടിച്ചത്. ഞങ്ങളത് ഒട്ടിച്ചിട്ട് ഞങ്ങൾ ചെന്നൈ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഇഷ്യൂ വന്നത്. അത് റീഡ് ചെയ്യാത്തൊരു പ്രശ്നം വന്നു. കാരണം അവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. കാരണം രണ്ടിൻ്റെയും റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. മാനുഫാക്ചറിങ് സ്റ്റിക്കറും അതുപോലെ തന്നെ ഈ നമ്മുടെ ഫാസ്ടാഗിൻ്റെ സ്റ്റിക്കറും. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡ് ചെയ്യാനൊരു കൺഫ്യൂഷൻ വന്നു. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഫാസ്ടാഗ് ഒട്ടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസിൻ്റെ സെൻട്രലായിട്ട് ഒട്ടിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ റീഡിങ് പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ മെറ്റൽ പാർട്ടിൽ ഇത് ഒട്ടിക്കാതിരിക്കുക. കാരണം അവിടെയും ഈ റേഡിയോ ഫ്രീക്വൻസിയുടെ റീഡിങ്ങിന് നമ്മുടെ ഫാസ്ടാഗ് റീഡിങ്ങിന് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ചെന്ന് എടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ടോൾ പാസയുടെ അടുത്തുള്ള ഫാസ്ടാഗിൻ്റെ ഓഫീസിൽ പോയി എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഫാസ്ടാഗ് കിട്ടും. വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ അവർ തന്നെ കറക്റ്റായിട്ട് എവിടെയാണ് ഒട്ടിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അവർ തന്നെ ഒട്ടിച്ച് തരും. അതിപ്പോൾ ഓരോരുത്തർക്കും അവരുടെ സമയം അനുസരിച്ച് അവർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഫാസ്ടാഗ് എന്ന് പറയുന്ന കാര്യം ഈ നിർബന്ധമാക്കുകയാണ് December 1 തൊട്ടിട്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ഒരു ഫാസ്ടാഗ് ഉള്ള ഒരു കാറ് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കാറ് വിൽക്കണ നേരത്ത് ആ ഫാസ്ടാഗിൻ്റെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി. അതിന് എങ്ങനെയാണ് ഡീആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ അതിലുള്ള അക്കൗണ്ടിലുള്ള ക്യാഷ് എങ്ങനെയാണ് റീഫണ്ട് ചെയ്യുക എന്നുള്ള കറക്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. അതിനുള്ള നിയമങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു റീഫണ്ടിങ് ഓപ്ഷൻ അതിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഉള്ള ഫാസ്ടാഗിൻ്റെ ആ അക്കൗണ്ട് ഇൻവാലിഡ് ആയി പോകും. നമ്മുടെ കാർ വാങ്ങിക്കുന്ന ആൾക്ക് പുതിയൊരു ഫാസ്ടാഗ് അക്കൗണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയൊരു ഫാസ്ടാഗിൻ്റെ അക്കൗണ്ട് എടുക്കണം. ഇതാണ് സിമ്പിളായിട്ട് കാർ വിൽക്കുമ്പോഴുള്ള കാര്യം. ഇനി December 1 തൊട്ടിട്ട് നമ്മൾ ഫാസ്ടാഗ് എടുക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് അടുത്ത കാര്യം. എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഏകദേശം നമ്മുടെ ദേശീയപാതയിൽ 370ഓളം ടോളിൽ ഫാസ്ടാഗ് മാത്രമായിട്ടാണ് മെയിൻ ഇനി ഉണ്ടായിരിക്കുക. ഏകദേശം ഇപ്പോൾ 4 ആണ് ഒരു സൈഡിൽ, സിംഗിൾ സൈഡിൽ 4 ടോൾ ബൂത്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ 3 എണ്ണം ഫാസ്ടാഗിനായിരിക്കും, ഒരെണ്ണം നമ്മുടെ പൈസ കൊടുത്ത് നോർമലി നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷേ നോർമലി നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് ടോൾ അടയ്ക്കുന്ന കാര്യം ഇപ്പോൾ ഉള്ളതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ പൈസ അടച്ച് ഡയറക്റ്റ് പൈസ അടയ്ക്കാം. ഒരു ഫാസ്ടാഗ് ഉണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്നത് December 1 ശേഷം 3 ഫാസ്ടാഗും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ നോർമലി പൈസ അടയ്ക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നോർമലി പൈസ അടയ്ക്കുന്നത് പറയുമ്പോൾ ചിലപ്പോൾ വലിയൊരു ലൈനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് തന്നെ നമ്മുടെ ടൈം അവിടെ തന്നെ കുറേ സ്പെൻഡ് ചെയ്ത് കളയാനായിട്ടുള്ള ഒരു കാരണമായി തീരും. അപ്പോൾ എല്ലാവരും ഫാസ്ടാഗിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു ടോളിലെ ആരും അധികം നേരം നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ചെയ്ത് പോകാൻ വേണ്ടി തന്നെയാണ് ഫാസ്ടാഗ് എന്നുള്ള ഒരു കാര്യം തുടങ്ങിയിരിക്കുന്നത് തന്നെ. ഇനി ഫാസ്ടാഗിൽ നമ്മളിപ്പോൾ ടോളിൽ കാശടയ്ക്കുന്നത് മാത്രമല്ല, ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പറയുന്നത് കേട്ടു അതിനെ കുറിച്ചിട്ട് ഫ്യൂവലും കൂടി നമുക്ക് ഫാസ്ടാഗിൻ്റെ അക്കൗണ്ട് വഴി നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്യൂവൽ സ്റ്റേഷനിൽ ചെല്ലണു, അവിടെ പോയിട്ട് അവിടെ ഇതേമാതിരി റീഡ് ചെയ്യുന്നു. അവിടെ നമുക്ക് എത്ര എമൗണ്ടിനാണ് ഫ്യൂവൽ അടിക്കണമെന്നുണ്ടെങ്കിൽ അതവിടെ പറയുന്നു കറക്റ്റായിട്ട്. അങ്ങനെയും നമുക്ക് ഫ്യൂവലും കൂടി നമുക്ക് ഈ ഫാസ്ടാഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഫാസ്ടാഗിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഫാസ്ടാഗ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നിർബന്ധമാണ് December 1 തൊട്ടിട്ട് 4 ചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ അതിന് മുകളിലുള്ള വാഹനങ്ങൾക്കും ഫാസ്ടാഗ് എന്ന് പറയുന്നത് നിർബന്ധം തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ ചാവ്.